വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു ടൂർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹോം ടൂർ കണ്ടിട്ടുണ്ട്, പിന്നെ എന്താ റൂം ടൂർ കണ്ടിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ടൂറുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റിക്കായിട്ട് ഞാൻ എൻ്റെ കിച്ചൺ ടൂറാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ് കിച്ചൺ ടൂർ ഇത്രയ്ക്ക് കാണിക്കാനൊക്കെ ഉള്ളതെന്ന്. വെറൈറ്റി ഉണ്ട് ഗൈസ്, കാരണം എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ എൻ്റെ കിച്ചൺ സെറ്റ് ചെയ്തേക്കുന്ന സിറ്റ് ഔട്ടിലാണ്. അപ്പം നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ വീടിൻ്റെ പുറത്തുള്ള സിറ്റ് ഔട്ടെന്ന്. അങ്ങനെയല്ല, നമ്മുടെ റൂമിനോട് ചേർന്നൊരു സിറ്റ് ഔട്ട് ഉണ്ട്. അപ്പോൾ ആ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങാൻ വേറെ ഒരു വഴിയും ഇല്ല, വേറെ ഒരു എൻട്രൻസും ഇല്ല. നമ്മളെ റൂമിൽ നിന്ന് മാത്രമേ ഡോറുള്ളൂ. അപ്പം ആ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഞാൻ കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പം ഡൗട്ട് തോന്നും, അതെന്താണ് സിറ്റ് ഔട്ട് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നത്, കിച്ചൺ വേറെ ഇല്ലേ, അങ്ങനെയൊക്കെ ഉള്ള സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും. പക്ഷേ അതെന്താന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഗൈസ് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും, ഒരുപാട് ഫ്ലാഷ് ബാക്കിലോട്ട് പോകേണ്ടി വരും. അപ്പം എനിക്കതൊന്നും പറയാൻ പറ്റിയ സാഹചര്യമല്ല. ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ പറയുന്ന മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. പക്ഷേ അതിപ്പോഴൊന്നുമല്ല, എനിക്കൊരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആവുന്ന ടൈമിൽ അതെന്താ അങ്ങനെ എന്നൊക്കെ ഉള്ളത് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. കുറേ കഥകൾ പറയാനുണ്ട് ഗൈസ്. പിന്നെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്ന ഗൈസ്, എനിക്ക് ജലദോഷമാണ്. മഴയൊക്കെ നനഞ്ഞതുകൊണ്ട് ചെറിയൊരു ജലദോഷം വന്നു, ചെറിയൊരു പനിയുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നമുക്ക് എൻ്റെ കിച്ചണല്ല എൻ്റെ സിറ്റ് ഔട്ട് കിച്ചണിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റൂമിൽ നിന്നാണ് സിറ്റ് ഔട്ടിലോട്ട് പോകുന്നത്. റൂമിൽ നിന്ന് മാത്രമേ സിറ്റ് ഔട്ടിലോട്ട് എൻട്രൻസ് ഉള്ളൂ, വേറെ ഒരു സ്ഥലത്തൊന്നും ഇല്ല. അപ്പോൾ എൻ്റെ റൂം ഇതാണ് റൂമിൻ്റെ ഡോറ്. അപ്പം ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂം വളരെ ചെറിയ റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് കട്ടിലിട്ടേക്കുന്നത്. റൂം ടൂറൊക്കെ ഞാൻ പിന്നീട് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണിക്കാം. ഇപ്പോൾ നമുക്ക് കിച്ചൺ ടൂർ മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു വാതിലും കൂടെ ഉണ്ട്. അപ്പോൾ ഈ വാതിലിൽ നിന്ന് ഇറങ്ങുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഇതാണ് എൻ്റെ കിച്ചൺ ഗൈസ്. ഇത് യഥാർത്ഥം പറഞ്ഞാൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനെ ഫസ്റ്റ് നമുക്കിങ്ങനെ തുറന്നിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് ഇവിടെയും ഓപ്പൺ സ്പേസ് ആണ്, പിന്നെ ഈ സൈഡും ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബാംബു കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ബാംബു അല്ല, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ 2 ബാംബു കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ അതുപോലെ ഒരു കർട്ടൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഉണ്ട് ഗൈസ്. ഇവിടെയും കുറച്ച് സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ആ തൂണിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഈ കർട്ടൻ ആരംഭിക്കുന്നിടത്തും കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഗൈസ്, ഇതാണ് നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ഡോറ്. ഈ ഡോർ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഗ്യാസ് വെച്ചേക്കുന്നത് ഈ സൈഡിലോട്ടാണ്. അപ്പോൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മേശ ഇട്ടിട്ടുണ്ട്, പിന്നെ അതിൽ ഗ്യാസ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ കുറ്റി വെച്ചേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അപ്പോൾ അവിടെയാണ് കുറ്റി വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ സവാള, അങ്ങനെ പിന്നെ നമ്മുടെ ഇതൊക്കെ മലക്കറിയൊക്കെ കട്ട് ചെയ്യുന്ന അതെല്ലാം നമ്മൾ വെച്ചേക്കുന്നത് ഇവിടെയാണ് വെച്ചേക്കുന്നത് ഗൈസ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ കുറേ പെട്ടികൾ വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ ചക്കു ജോലി ചെയ്യുന്ന മെഡിക്കൽ റെപ്പായിട്ടാണ്. അപ്പോൾ അതിൻ്റെ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടിയിൽ വരും. അപ്പോൾ ആ പെട്ടികൾ പറക്കി ഞാൻ എന്തായാലും ഓപ്പണായിട്ട് സ്പേസ് കിടക്കുമല്ലേ, അപ്പോൾ ഇവിടുത്തെ ഈ ഓപ്പൺ സ്പേസ് കുറച്ചൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ പെട്ടികൾ ഞാൻ ഇവിടെയാണ് പറക്കി വെച്ചേക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഓപ്പൺ സ്പേസ് ഉണ്ട്, എന്നാൽ ആ തൂണ് നിൽക്കുന്നതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല, എന്നാലും കുറച്ച് ഇതാണ്. അപ്പോൾ ഗൈസ്, ഇത് 2ാമത്തെ നിലയാണ് കേട്ടോ. നമ്മുടെ നമ്മുടെ സിറ്റ് ഔട്ട് 2ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ പുറത്ത് റോഡ് കാണാം. ഇതാണ് റോഡ്. ഇപ്പോൾ മുകളിലത്തെ നിലയിലുള്ള സിറ്റ് ഔട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് റോഡ്. അത് കഴിഞ്ഞ് എൻ്റെ സാധന സാമഗ്രികൾ, അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ മഞ്ഞപ്പൊടി, അങ്ങനെയുള്ള പൊടികളെല്ലാം ഞാൻ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അതായത് ഇങ്ങനെ സ്ലാബ് ഉണ്ടായിരുന്നു, നമ്മൾ ഇരിക്കാൻ വേണ്ടിയുള്ള സിറ്റ് ഔട്ടിൽ ഇങ്ങനെ 4 ചുറ്റും സ്ലാബുണ്ട്. ഇങ്ങനെ കറങ്ങി സ്ലാബുണ്ട്.
അപ്പോൾ ആ സ്ലാബിലാണ് ഞാൻ സാധനങ്ങളെല്ലാം പറക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ പഞ്ചസാര, ഉപ്പ്, അങ്ങനെ നമ്മുടെ പാചകത്തിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് തോന്നും ഇവിടെ എന്തിനാ ഒരു പെട്ടി ബോക്സ് വെച്ചേക്കുന്നതെന്ന്. ഇവിടെ ബോക്സ് വെച്ചേക്കുന്ന എന്തിനെന്ന് പറഞ്ഞാൽ ഇത് പാത്രങ്ങൾ, അതായത് ഞാനിപ്പോൾ അത്യാവശ്യത്തിന് എടുക്കുന്ന പാത്രങ്ങളുണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ 2 പേർക്കാണ് പാചകം ചെയ്യുന്നത്, ഞാനും എൻ്റെ ഹസ്ബൻഡിന് മാത്രമാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള കുറച്ച് പാത്രങ്ങൾ മതി ഞങ്ങൾക്ക്. പ്ലേറ്റ്, ഗ്ലാസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ പെട്ടിക്കകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ബാക്കിയുള്ള കലം, അങ്ങനെയുള്ള കുറച്ച് വലിയ വലിയ പാത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ അതെല്ലാം വച്ചേക്കുന്നത് ഞാൻ ഈ മേശയുടെ അടിയിലാണ് കേട്ടോ ഗൈസ്. ഈ മേശയുടെ അടിയിൽ കുറച്ച് കലം, മറ്റേ പിന്നെന്താ ഇഡ്ഡലി പാത്രം, മിക്സിയുടെ ജാറ്, കുക്കർ, അങ്ങനെയൊക്കെ വെച്ചേക്കുന്ന ഈ മേശയുടെ അടിയിൽ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ് വേറൊരു വലിയ പ്രശ്നം, പാചകത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള വെള്ളമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ബക്കറ്റിൽ വെള്ളം എടുത്ത് വയ്ക്കും. അപ്പം നമ്മൾ എന്നിട്ട് ഇതൊരു ഗ്ലാസ് പുറത്ത് വെച്ച് വെക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഈ ബക്കറ്റിൽ നിറച്ചെടുത്ത് വെച്ചേക്കും പാചകത്തിനൊക്കെ ഉള്ള. ഇപ്പം വെള്ളം ഏകദേശം തീരാറായി ഗൈസ്, വെള്ളം ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പാചകത്തിനുള്ള വെള്ളം ഇതിൽ നിന്ന് എടുക്കും. എന്നിട്ട് ഇത് തീരണ അനുസരിച്ച് ഞാൻ പിന്നെയും കഴുകി വെള്ളം എടുത്ത് നിറച്ച് വെച്ചേക്കും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വേസ്റ്റ് ഇടുന്ന, അതായത് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടൊന്നും സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു കവർ വെച്ചിട്ടുണ്ട്. ആ കവറിലാണ് വേസ്റ്റ് എല്ലാം തട്ടി വയ്ക്കുന്നത്. എന്നിട്ട് വേസ്റ്റ് നിറയുമ്പോൾ എടുത്തുകൊണ്ട് കളയും. അതിന് വേസ്റ്റ് വെള്ളം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, വേസ്റ്റ് വെള്ളമൊക്കെ എടുക്കാൻ, വെള്ളമൊക്കെ കളയാൻ ഞാൻ ചെറിയൊരു കപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലാണ് വേസ്റ്റ് വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് അതും നിറയുമ്പോൾ കൊണ്ട് കളഞ്ഞിട്ട് കഴുകി വയ്ക്കും. പിന്നെ നമ്മൾ ചിരവയെന്നല്ലേ ഗൈസ് പേര്? അതെ, ചിരവ, അത് തന്നെ ചിരവ. അപ്പോൾ ചിരവ ഇവിടെയാണ് വെച്ചേക്കുന്നത്. തേങ്ങ തിരുവാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാത്രം വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നാണ് തിരുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കസാര ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാത്തിനും എളുപ്പമാണ്. നമുക്ക് വല്ല ഫുഡും കഴിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ നല്ല പോലെ സൗണ്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും. കാരണം ഇത് മെയിൻ റോഡ് സൈഡിലാണ്, അതുകൊണ്ട് ഇതുവഴി ബസ്സും ബൈക്കും എല്ലാം പോവും. അതുകൊണ്ട് ഭയങ്കരമായിട്ട് സൗണ്ട് പ്രശ്നമായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഇവിടെ ഒരു കസാര ഇട്ടിട്ടുണ്ട്. കസാര ഇട്ടിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ വേവിച്ചിട്ട് നമുക്കിവിടെ വന്നിരുന്ന് കഴിക്കാം. പിന്നെ കർട്ടൻ വേണമെങ്കിൽ നമുക്ക് ഈ കർട്ടൻ ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, പുറത്തെന്ന് പറഞ്ഞാൽ റോഡാണ്. പുറത്തെന്ന് പറഞ്ഞാൽ മെയിൻ റോഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ കർട്ടൻ ഒന്ന് പൊക്കി വെച്ചാൽ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് റോഡൊക്കെ കാണാം, ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം, അങ്ങനത്തെയൊക്കെ ഉണ്ട്. പിന്നെ നല്ലപോലെ ചൂടുണ്ട്, ഇവിടെ ഭയങ്കര ചൂടാണ്, റോഡ് സൈഡും കൂടെ ഉണ്ട്. ചൂടും പൊടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ കർട്ടൻ ഒന്നും പൊക്കി വയ്ക്കാറില്ല, ഒരു സമയത്തും പൊക്കി വയ്ക്കാറില്ല. പിന്നെ ദോശ ചുടാനും പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് 2 കല്ല് ഞാൻ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ദോശ ചുടണയിൽ ചപ്പാത്തി ഉണ്ടാക്കൂല, കാരണം പിന്നീട് നമുക്ക് ദോശ ഇളക്കിയെടുക്കാൻ ഭയങ്കര പാടായിരിക്കും, അതുകൊണ്ട് ഉണ്ടാക്കാറില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പട്ടിയുണ്ട്, അപ്പം ജാക്കി. അപ്പോൾ അവന് വേണ്ടി ഫുഡൊക്കെ വെക്കണത് ഈ കലത്തിലാണ്. ഇത് ജാക്കിക്ക് മാത്രം ഫുഡ് വയ്ക്കുന്ന കലമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഓക്കെ, ചെറിയ സിറ്റ് ഔട്ട് കിച്ചൺ. വേറൊരു സാധനം കാണിച്ചു തരാം. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അതാ ഈ ഡെപ്പ, ഈ ടിന്ന് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നും ഗൈസ്. ഇതൊരു അടിപൊളി ഡിഷാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഇട്ടിട്ട് സൂക്ഷിച്ച് വെക്കാറുണ്ട്. കാരണം ഇപ്പോൾ ഇത് മുകൾ ഭാഗം ആയതുകൊണ്ട് അങ്ങനെ എടുത്ത് പുറത്തോട്ട് കളയാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തൊരു സാധനം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം ഫുള്ളായി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആ ഡിഷ് എന്താണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നതാണ്. ഇതാണ് ആ ഡിഷ് ഗൈസ്. ഇത് ഫുള്ളും എന്താണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ. ഇത് ഫുള്ളും എൻ്റെ മുടിയാണ്. കാരണം എൻ്റെ തലമുടി ഭയങ്കരമായിട്ട് കൊഴിച്ചിലുണ്ട്.
അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ സിറ്റ് ഔട്ട് കിച്ചണായിട്ട് യൂസ് ചെയ്യണതുകൊണ്ട് നമുക്ക് മുടി കൊഴിഞ്ഞ് കിടന്നാൽ അത് ഇവിടെ തറയിൽ കിടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാണുമ്പോഴും നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് എനിക്ക് ഇത്രയും നാൾ ഇല്ലാത്ത ശീലമാണ്. ഞാൻ അതിനെ ഇങ്ങനെ ഒരു ടിന്നിലാക്കി ചുരുട്ടിയെടുത്ത് തൂക്കുമ്പോഴൊക്കെ കിട്ടണേന് ചുരുട്ടിയെടുത്ത് ഇങ്ങനെ ഒരു ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുൾ എൻ്റെ തലമുടിയാണ്, ഇത്രയ്ക്ക് കൊഴിഞ്ഞത്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും തലമുടി കൊഴിച്ചിലിന് എന്തെങ്കിലും സീക്രട്ട് ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എനിക്ക് അത്രയ്ക്ക് മുടി കൊഴിച്ചിലുണ്ട്. എന്നെ പരിചയമുള്ള എല്ലാവരുടെ അടുത്തും ഞാൻ പറയണമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ഇത് ഫുൾ എൻ്റെ മുടിയാണ്. ഇതിനി ഇങ്ങനെ ഞാൻ ഇട്ട് വെക്കൂലായിരുന്നു, കാരണം എനിക്കിത് കാണാനുള്ള ശേഷിയില്ല ഗൈസ്. കാരണം ഇത്രയ്ക്ക് നമ്മളിത് കണ്ടില്ലെങ്കിൽ അങ്ങ് കൊഴിഞ്ഞ് പോകുമ്പോൾ തൂത്ത് കളഞ്ഞ് നമ്മൾ എത്രത്തോളം കൊഴിയണുണ്ടെന്ന് അറിയൂല. പക്ഷേ ഇതിപ്പോൾ കറക്റ്റ് ഇങ്ങനൊരു ടിന്നിലാക്കി വെച്ചതുകൊണ്ട് എൻ്റെ മുടി എന്തുമാത്രം പോകണമെന്ന് എനിക്ക് നല്ലപോലെ മനസ്സിലാവണുണ്ട്. ഇതിപ്പോൾ നിറഞ്ഞു. ഇനി ഇത് ഞാൻ വല്ല വെള്ളത്തിലും കൊണ്ട് ഒഴുക്കി വിടും, ഇവിടെ എങ്ങും ഇടൂല. തോടോ അങ്ങനെ എന്തെങ്കിലും കാണണമെങ്കിൽ ഇതിനെ കൊണ്ടുപോയി ഞാൻ ഒഴുക്കി കളയുന്നതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കിച്ചൺ ടൂർ, അതായത് എൻ്റെ സിറ്റ് ഔട്ട് കിച്ചൺ ടൂർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടോ, എന്താണ് എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.